Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കഴുത്തിൽ ആഴത്തിൽ പല്ലുകളിറക്കി ചോര തെറിപ്പിക്കുന്ന കല മാനവികത ഉണ്ടാക്കില്ലെന്ന് ഗായത്രി വർഷ. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയുടെ വനിതാ സാംസ്കാരിക കൂട്ടായ്മ സർഗവനിതയുടെ 5ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയുടെ വനിതാ സാംസ്കാരിക കൂട്ടായ്മ സർഗവനിതയുടെ 5ാം സംസ്ഥാന സമ്മേളനം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. കഴുത്തിൽ ആഴത്തിൽ പല്ലുകളിറുക്കി ചോര തെറിപ്പിക്കുന്ന കല മാനവികത ഉണ്ടാക്കില്ലെന്ന് ഗായത്രി വർഷ അഭിപ്രായപ്പെട്ടു. ഏറ്റവും വലിയ വിമർശനത്തോടെ കവി എഴുതിയ വാക്കുകളും വരികളുമാണെങ്കിൽ പോലും അത് ഏറ്റുപറയാൻ ഞങ്ങൾക്കാവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഗ്രൂപ്പിന്റെ സംസ്ഥാന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കലാകാരന്മാർക്ക് മാത്രമാണ് അത് ഹൃദയത്തിലെടുത്ത് പറയാൻ പറ്റും, അല്ലേ? ബാക്കി തലച്ചോറിലെടുക്കും, ബുദ്ധിയിലെടുക്കും, പ്രജ്ഞയിലെടുക്കും, സമരത്തിലെടുക്കും, ആയുധത്തിലെടുക്കും, എല്ലാവരും എടുക്കും. പക്ഷെ ഹൃദയത്തിൽ അലിഞ്ഞ് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് സിരകളിൽ ഓടുന്ന രക്തധമനികളിലൂടെ ഒഴുകുന്ന പ്രവാഹമായിട്ട് ഒരു സമരം നയിക്കാൻ ഈ ലോകത്ത് ഒരു വിഭാഗമേ ഉള്ളൂ. കണ്ടന്റ് നിറച്ച ആവിഷ്കാരങ്ങൾ നടത്തുന്ന പ്രവർത്തകർ ഈ സാമൂഹിക വ്യവസ്ഥിതി തിരിച്ചറിഞ്ഞ് ആഴത്തിൽ പ്രവർത്തിക്കണമെന്നും ഗായത്രി വർഷ പറഞ്ഞു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർമാരായ കെ വി മോഹനൻ, എ കെ ശ്രീജ, സുമായൻ വി, എം പ്രസാദ്, പി ഉമാദേവി എന്നിവർ സംസാരിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും നന്മ വനിതാ സംസ്ഥാന പ്രസിഡന്റും സിനിമാ താരവുമായ സി രമാദേവിയെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാചകവാതക ക്ഷാമം പല ഹോട്ടലുകളെയും പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും പതറാതെ മുന്നേറുകയാണ് പയ്യന്നൂരിലെ കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഹോട്ടൽ. പാചകവാതക ക്ഷാമം കൊണ്ട് ഒരുപാട് ഹോട്ടലുകൾ പൂട്ടുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ കുടുംബശ്രീ ഹോട്ടലുകൾ ഇപ്പോഴും സേഫാണ്. പാചകവാതകത്തിന്റെ ക്ഷാമം പല ഹോട്ടലുകളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ പാചകത്തിന് പാചകവാതകത്തെ ആശ്രയിക്കാത്ത സാഹചര്യത്തിൽ പാചകവാതക ക്ഷാമം തങ്ങളെ നേരിട്ട് ബാധിക്കുന്നില്ലെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ വിറക് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത്യാവശ്യ കാര്യത്തിന് മാത്രമേ ഗ്യാസ് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മ ഇങ്ങനെ മുന്നോട്ട് അങ്ങനെ വിറക് കത്തിച്ചിട്ട് തന്നെ പോവും. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം നല്ല അഭിപ്രായത്തിലാണ് എല്ലാവരും ഉള്ളത്. പിന്നെ വിറക് കിട്ടാണ്ടായെങ്കിലേ ബുദ്ധിമുട്ടേ ഇല്ലൂ. എല്ലായിടത്തും ഹോട്ടലിൽ എഴുതല്ലോ പൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മ രാവിലെ ഇവിടെ വന്നതുകൊണ്ട് നമ്മൊന്നും അങ്ങനെ അറിയുന്നില്ല. പുറത്തുനിന്ന് ആൾ പറയുന്നുണ്ട് പിന്നെ ഹോട്ടൽ പൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കച്ചവടം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും വിറകിൽ തന്നെ പാചകം ചെയ്ത് കൊടുക്കാനുള്ള ഉദ്ദേശമാണ് ഉള്ളത്. വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതിലൂടെ ഭക്ഷണം തയ്യാറാക്കി നാട്ടുകാർക്ക് സേവനം തുടരുകയാണ് ഈ ഹോട്ടൽ. വളരെ അത്യാവശ്യത്തിന് മാത്രമാണ് ഇവർ ഗ്യാസിനെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായി പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ അന്നമൂട്ടുന്നവരാണ് ഈ അമ്മമാർ. 30 രൂപ മാത്രമാണ് ഇവർ ഒരു ഊണിന് ഈടാക്കുന്നത്. പ്രതിസന്ധിക്കിടയിലും പ്രവർത്തനം നിർത്താതെ മുന്നോട്ടു പോകുന്ന ഈ കുടുംബശ്രീ ഹോട്ടൽ നാട്ടുകാർക്കും മറ്റ് സംരംഭകർക്കും ഒരു മാതൃക തന്നെയാണ്. തൊഴിലിനപ്പുറം വിശന്നു വലിഞ്ഞു വരുന്നവർക്ക് ഒരു നേരത്തെ അന്നമൂട്ടുക എന്നത് ഈ അമ്മമാരുടെ കടമ തന്നെയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളാൽ കഴിയുന്ന വിധം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ ആത്മവിശ്വാസം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ. കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. മാതമംഗലം തുമ്പത്തടത്ത് കാട്ടുപന്നികൾ വാഴകൃഷി നശിപ്പിച്ചു. തുമ്പത്തടത്തെ MV അനിൽകുമാറിന്റെ പറമ്പിലെ വാഴകളാണ് നശിപ്പിച്ചത്. മാതമംഗലം തുമ്പത്തടത്ത് കാട്ടുപന്നികളുടെ വിളയാട്ടം 20ലധികം വാഴകൾ നശിപ്പിച്ചു. MV അനിൽകുമാറിന്റെ സ്ഥലത്തെ വാഴകളാണ് കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പന്നികൾ കൂട്ടത്തോടെ എത്തി പറമ്പിലെ വാഴകൾ നശിപ്പിച്ചത്.
തുമ്പത്തടത്തും പരിസരങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും ഇവയെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അല്ല, ഇവന് കഷ്ടപ്പെടുത്തി ആദ്യമായിട്ടൊരു ഇതിന് കഴിഞ്ഞാണ് ഈ പന്നി എല്ലാം കുത്തിരി കളഞ്ഞത്. അതുകൊണ്ട് വന്യജീവികളെ കൊല്ലാനല്ലേ ഒരു പഞ്ചായത്ത് മുൻഗണന എടുത്തിട്ട് അത് ചെയ്യണമെന്ന് പറയുന്നത്. ബാക്കി കന്നുകൂടി വാഴകൂടി ബാക്കിയാവണമെങ്കിൽ ഇനിയിപ്പം 22-23 കുത്തി കളഞ്ഞു. അതുകൊണ്ട് ബാക്കിയിലെ കുത്താനത് മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സൂര്യകിരൺ പാഴാക്കി കളയില്ല. തൻ്റെ ഒഴിവു സമയവും കയ്യിൽ കിട്ടുന്ന പാഴ്വസ്തുക്കളും. തൻ്റെ കരവിരുതിനാൽ പാഴ്വസ്തുക്കൾ കൊണ്ട് ഈ കൊച്ചുമിടുക്കൻ നിർമ്മിക്കാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. വയസ്സു 12 ആയിട്ടുള്ളൂവെങ്കിലും സൂര്യകിരൺ ഒരു മാതൃകയാണ്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് ഈ കൊച്ചുമിടുക്കൻ നിർമ്മിക്കാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ചെണ്ട, ചർക്ക, വീട്, ആന, മൈക്ക്, സ്റ്റെതസ്കോപ്പ്, കൊക്ക്, ബസ് തുടങ്ങി സൂര്യകിരൺ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ നിര നീണ്ടുപോവുകയാണ്. ഫ്യൂസായി പോയ ബൾബുകൾ പുനർനിർമ്മിക്കുന്നതും പതിവാണ്. പ്ലാസ്റ്റിക് വസ്തുക്കളും കാർഡ്ബോർഡുകളും പെയിന്റിന്റെ ബക്കറ്റുകളുമൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മാണം. കളിമണ്ണ് ഉപയോഗിച്ച് ആന, പക്ഷികളുടെ രൂപങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പാഴ്വസ്തുക്കളെ കൊണ്ട് എന്തെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ചെണ്ട. ഈ പഴയ പെയിന്റിന്റെ കളയുന്ന പാട്ടേനെ കൊണ്ട് ഇതാക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മൈക്ക് ബൾബ്, LED ബൾബും പൈപ്പും ഈ ഹോൾഡറിൻ്റെ അറ്റത്തിൻ്റെ ഒരു സംഭവം. അതുപോലെ സ്റ്റെതസ്കോപ്പ് അങ്ങനെ എന്തെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ തെർമോകോൾ കൊണ്ട് വീട്, ബസ്, കാർഡ്ബോർഡ് കൊണ്ടുള്ള ബസ്, പിന്നെ കളിമണ്ണ് കൊണ്ടുള്ള ആന, പക്ഷികളെ രൂപത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ചർക്കയാണ്. ഇത് മറ്റേ ജനലിന് ഗ്ലാസ് അടിക്കുന്ന സാധനമാണ്. പിന്നെ ബൾബ്, ട്യൂബ്, ഫ്യൂസായതെല്ലാം നേരെയാക്കിയിട്ട് കത്തിക്കുന്ന രീതിയിലായിട്ടുണ്ട്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന് ഗോഡൌൺ വയറിംഗ് മാതൃക നിർമ്മിച്ച് പ്രവൃത്തി പരിചയമേളയിൽ A ഗ്രേഡ് നേടിയിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒഴിവു സമയം പ്രയോജനപ്പെടുത്തി പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിലേക്ക് സൂര്യകിരൺ കടക്കുന്നത്. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൂര്യകിരൺ. കരിവെള്ളൂർ പാലത്തറയിലെ PV കിരണിന്റെയും KV വിദ്യയുടെയും മകനാണ്. സഹോദരൻ ധീരവ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പഴയകുളം തേവർവയൽ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പഴയകുളം തേവർവയൽ റോഡിന്റെ ഉദ്ഘാടനം TA മധുസൂദനൻ MLA നിർവഹിച്ചു. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളെല്ലാം ഒരു ജാഥയിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ വന്നപ്പോഴാണ് ഈ നാടിൻ്റെ ഈ ഒരു പഴയ ഒരു ഇല്ലത്തിൻ്റെ ഒരു അന്തരീക്ഷമുള്ള സ്ഥലത്ത് ഒരു ഉച്ചനേരത്ത് ഞങ്ങൾക്ക് വിശ്രമിക്കാനുള്ള അവസരം കിട്ടി. അന്നിങ്ങോട്ടേക്കുള്ള ഈ ഒരു വഴിയൊന്നും ഇത്രയും സുഗമമായിട്ടുള്ളൊരു വഴി ആയിരുന്നില്ല എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഈ നാടിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യം എന്ന നിലയിൽ ഉന്നയിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 14 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 4 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. 375 മീറ്റർ നീളത്തിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. റോഡിന്റെ ഉദ്ഘാടനം TA മധുസൂദനൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, വൈസ് പ്രസിഡന്റ് RK സുധാമണി, VV പ്രദീപൻ, C ബാലകൃഷ്ണൻ, T ഗോപാലൻ, P സുരേന്ദ്രൻ, KPP ഷീന, ഷീബ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരളം ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൊഴുമ്മൽ വായനശാല പരിസരത്ത് നടന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരളം ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൊഴുമ്മൽ വായനശാല പരിസരത്ത് നടന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുള്ള മഹിളാ അസോസിയേഷൻ എന്തിനാണ് ഈ സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷ ഭരണം തന്നെ വേണം എന്നത് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ സംഘടനയുടെ ചരിത്രത്തിലേക്ക് ആദ്യം പോയിട്ടുള്ളത്.
ഒരുപക്ഷെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സ്ത്രീകൾ ഏറ്റവും മാന്യമായി ജീവിക്കുന്നൊരു സമൂഹം നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ നേരത്തെ റഷ്യ USSR ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് അവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള PV സുജ അധ്യക്ഷത വഹിച്ചു. RK സുധാമണി, KV രാധാമണി, സജിനി K, P നിഷ, KP ഷീന, P സുലോചന, M രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂരിൽ പുത്തൻ ഫാഷൻ വിസ്മയവുമായി സാധ്വ തുറന്നു. സ്ത്രീകളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന വൈവിധ്യമാർന്ന ഡിസൈനുകളും ട്രെൻഡി ലുക്കുകളുമാണ് സാധ്വയുടെ പ്രത്യേകത. സ്ത്രീകളുടെ വസ്ത്രധാരണ സങ്കല്പങ്ങൾക്ക് പുതിയ നിറക്കൂട്ടുകൾ നൽകിക്കൊണ്ട് പയ്യന്നൂർ മാഗ്നം മാളിൽ സാധ്വ വസ്ത്രശേഖരം പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ മാഗ്നം മാളിന്റെ 3ാം നിലയിൽ നടന്ന ചടങ്ങിൽ വെച്ച് പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. സ്ത്രീകളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന വൈവിധ്യമാർന്ന ഡിസൈനുകളും ട്രെൻഡി ലുക്കുകളുമാണ് സാധ്വയുടെ പ്രത്യേകത. ആധുനിക ഫാഷനും പാരമ്പര്യത്തനിമയും ഒത്തുചേരുന്ന വസ്ത്രങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാകും. ഈ പുതിയ സംരംഭത്തെ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ദ്വിദിന ബഹിരാകാശ ശാസ്ത്ര ശില്പശാലയ്ക്ക് പയ്യന്നൂർ ആസ്ട്രോ വാന നിരീക്ഷണ കേന്ദ്രത്തിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 75ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം നടന്ന വിവിധ സെഷനുകളിൽ പ്രമുഖ ശാസ്ത്രജ്ഞരും അധ്യാപകരും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പ്രൊഫസർ K. പാപ്പോട്ടി മാസ്റ്റർ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെയും വളർച്ചയെയും കുറിച്ച് കുട്ടികളുമായി സംവദിച്ചു. ISRO റിട്ടയർഡ് സയന്റിസ്റ്റ് VP ബാലഗംഗാധരൻ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ആദ്യ ദിവസം രാത്രി നടന്ന വാന നിരീക്ഷണവും ആസ്ട്രോ ഫോട്ടോഗ്രാഫി പരിശീലനവും വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. P. രമേശ്, KTN ഭാസ്കരൻ, വെള്ളൂർ ഗംഗാധരൻ മാസ്റ്റർ, R. മുരളീധരൻ, രോഹിത് K. E. ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. പഠനത്തോടൊപ്പം വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് PV വിജയൻ മാസ്റ്റർ, A. മുകുന്ദൻ എന്നിവർ നയിച്ച ചിരിക്കാം കളിക്കാം പരിപാടി ആദ്യ ദിവസത്തെ സന്ധ്യയെ സജീവമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗര സൗന്ദര്യത്തിനെ മോടി പിടിപ്പിക്കുന്നതിന് ഒരുക്കിയ ഗാർഡൻ പോട്ടുകളിൽ സ്വച്ഛ് സർവേക്ഷൺ ലോഗോ പോസ്റ്റർ പതിപ്പിക്കുന്ന ചടങ്ങ് സെൻട്രൽ ബസാറിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി പോസ്റ്റർ പതിപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വച്ഛ് ഭാരത് അഭിയാൻ സ്വച്ഛ് സർവേക്ഷണ 2026 നഗര റാങ്കിംഗ് മെച്ചപ്പെടുത്തുന്നതിന് നഗരസഭാ പ്രദേശം മാലിന്യമുക്തമായി മാറ്റുന്നതിന് വിവിധങ്ങളായ പരിപാടികൾ നടത്തിവരുന്നു. നഗര സൗന്ദര്യത്തിന് മോടി പിടിപ്പിക്കുന്നതിന് ഒരുക്കിയ ഗാർഡൻ പോട്ടുകളിൽ സ്വച്ഛ് സർവേക്ഷൺ ലോഗോ പോസ്റ്റർ പതിപ്പിക്കുന്ന ചടങ്ങ് സെൻട്രൽ ബസാറിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി പോസ്റ്റർ പതിപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലും മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞ ക്യാമ്പയിൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട നഗരങ്ങളെ സ്റ്റാർ റേറ്റിംഗിലേക്ക് മാറ്റുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല നിലയിൽ നമ്മുടെ സാമൂഹിക ജീവിതം ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ VP മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, PHI ശ്യാംകൃഷ്ണൻ ഒക്കെ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരികൾ, പൊതുജനങ്ങൾ
തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം മേര യുവഭാരത് കണ്ണൂർ സംയുക്ത നേതൃത്വത്തിൽ വനിതാ ദിനാചരണവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. യുവ കവയിത്രി ഉദയ പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം മേര യുവഭാരത് കണ്ണൂർ സംയുക്ത നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതാ ദിനാചരണവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈമ പി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ചലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാലിൽ ചങ്ങലയുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചലിക്കണം. നമ്മൾ വെറുതെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കാലിലുള്ള ചങ്ങല നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ അനങ്ങണ്ടല്ലോ, നിൽപ്പിൽ നിന്നാൽ മതി. അതുപോലെ നമ്മുടെ സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, ഒരു സ്വാതന്ത്ര്യത്തിന്റെ കുറവുണ്ട്, സമത്വത്തിന്റെ കുറവുണ്ട് എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകണമെങ്കിൽ നമ്മളൊന്ന് മുന്നോട്ടേക്ക് നടക്കണം. യുവ കവയിത്രി ഉദയ പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. കെ വി ജയശ്രീ രാഘവൻ അധ്യക്ഷത വഹിച്ചു. ടി പി സീമ, രചന സിനിൽ, അജിത സി, ഗീത കെ വി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുട്ടികളുടെ വൈവിധ്യമാർന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പഠനം ആയാസരഹിതമാക്കുന്നതിനുമായി തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. പഠനവും കളികളും ഒത്തുചേർന്ന ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. ഹാപ്പി ഇംഗ്ലീഷും മധുരം മലയാളവും ക്രാഫ്റ്റ് വർക്ക്ഷോപ്പും സർഗവാസനകൾ പുറത്തെത്തിച്ച വിവിധ പരിപാടികളും 2 ദിവസങ്ങളിലായി നടന്ന ചങ്ങാത്തം സഹവാസ ക്യാമ്പിൽ നടന്നു. ഗ്ലാസ് പെയിന്റിംഗിൽ ഇ വിജയനും, ഇത്തിരിത്താളം ഒത്തിരിമേളത്തിൽ ബൈജു എസ് വൈക്കത്തും, മധുരം മലയാളം വിഷയം സുകുമാരൻ ഇയക്കാടും, ഹാപ്പി ഇംഗ്ലീഷ് പി രാജേഷും, ക്രാഫ്റ്റിൽ എം ഷബ്നയും, കളിയും ചിരിയും വിനോദ പരിപാടിയിൽ വരുൺ ഗോപിയും അവതരണം നടത്തി. മെന്റലിസവും മാജിക്കും കുട്ടികളെ അത്ഭുതപ്പെടുത്തി. സ്കൂൾ ഹാളിൽ നടന്ന ഇംഗ്ലീഷ് ഫെസ്റ്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മക്കളെ മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് അടക്കം പഠിച്ചു കഴിഞ്ഞു എന്നതിന് ഒരു തെളിവാണ് നമ്മൾ ഇന്നത്തെ ഈ ക്യാമ്പിലൂടെ നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിലും അതുപോലെ സമൂഹത്തിന്റെ മുന്നിലും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പറയാനുള്ളത്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു മെമ്പറായിരുന്നു. നമ്മുടെ മക്കൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. പഞ്ചായത്ത് അംഗം എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 1ാം തരം വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര രചന മൊഴിക്കിലുക്കം ചെറുവത്തൂർ BPC വി സുബ്രഹ്മണ്യൻ പ്രകാശനം ചെയ്തു. സീനിയർ അസിസ്റ്റന്റ് സി സരിത, സ്റ്റാഫ് സെക്രട്ടറി NP സബിത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഇംഗ്ലീഷ് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോറോ മുക്കോത്തടം LP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ കുരുന്നുകളുടെ 1 വർഷത്തെ പഠന മികവിന്റെ ഭാഗമായി തയ്യാറാക്കിയ മൊഴിക്കിലുക്കം രചനാ സൃഷ്ടി പ്രകാശനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കോറോ മുക്കോത്തടം LP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ കുരുന്നുകളുടെ 1 വർഷത്തെ പഠന മികവിന്റെ ഭാഗമായി തയ്യാറാക്കിയ മൊഴികിലുക്കം രചനാ സൃഷ്ടി പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ജലജ, രമ A, പവിത, പ്രീത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പടന്ന എടച്ചാക്കൈ AUP സ്കൂളിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുവദിച്ച സ്കൂൾ ബസ് കൈമാറി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപ ചെലവിൽ എടച്ചാക്കൈ AUP സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസ് MP ഫ്ളാഗ് ഓഫ് ചെയ്തു. പക്ഷേ പല എട്ടുകാരും അമ്മോനികളും ഇത് ഞങ്ങളാണ് അനുവദിച്ചത് പറയാനുണ്ട്. പക്ഷേ ജനങ്ങൾക്കറിയാം ഇതാരാണ് അനുവദിക്കുന്നതെന്ന്. ചെറുവത്തൂർ എത്ര കാലമായി പരശുരാമന് സ്റ്റോപ്പ് പോകണമെന്ന് പറഞ്ഞു. ഞാനിവിടെ MP ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് പരശുരാമൻ സ്റ്റോപ്പ് ഇവിടെ ചെറുവത്തൂർ കൊണ്ടുവരും. ഞാൻ സ്റ്റോപ്പ് അനുവദിച്ചു കൊടുത്തു. റെയിൽവേയിൽ ഒരുപാട് വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. നാഷണൽ ഹൈവേയിൽ ഒരുപാട് കാര്യങ്ങൾ, എത്രയോ ഫ്ലൈ ഓവറുകൾ, എത്രയോ ഫുട് ഓവർ ബ്രിഡ്ജുകൾ. ഇപ്പോൾ മെനഞ്ഞാന്ന് പ്രധാനമന്ത്രി 6 ഫുട് ഓവർ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു. 6 നമ്മൾ അനുവദിച്ചു കൊടുത്തതാണ്. ഇപ്പോ ഇവിടെ ഒരു സമരം നടക്കുന്നു. ആ സമരം ഒത്തുതീർപ്പാക്കാൻ ഞാൻ നിതിൻ ഗഡ്കരിയെ കണ്ടു. തിങ്കളാഴ്ച ചെല്ലുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ
വി പി അശ്വതി, പഞ്ചായത്ത് അംഗങ്ങളായ പി സുനിത, പി കെ താജുദ്ദീൻ, മാനേജ്മെന്റ് പ്രതിനിധി ടി അബ്ദുൾ റഹ്മാൻ ഹാജി, പി ടി എ പ്രസിഡന്റ് പി മൊയ്തീൻ, മുൻ MLA MC ഖമറുദ്ദീൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ യു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ബസ് അനുവദിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ സ്കൂൾ അധികൃതർ ഉപഹാരം നൽകി അഭിനന്ദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.